ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 85 ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ ഒരു ടോട്ടൽ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് നല്ല വ്യക്തമായിട്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സീസണിൽ വിന്നർ ആവാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസിലെ തലപ്പത്തിരിക്കുന്ന ചേട്ടന്മാർ കാണിക്കുന്ന പല പരിപാടികളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് ഞാനായിട്ട് പറഞ്ഞതല്ല, ഇവിടുന്ന് ഈ ബിഗ് ബോസ് ഇപ്പോഴത്തെ ഈ സീസണിൽ നിന്ന് പുറത്തു വന്ന രണ്ട് കണ്ടസ്റ്റൻസ് രണ്ട് രീതിയിൽ അവരകത്തെ കുറെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നല്ല വ്യക്തമായിട്ടിരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾക്ക് മുമ്പിൽ മോശക്കാരനായി കാണിക്കണം. അത് അവിടുത്തെ കണ്ടസ്റ്റൻസിനുമുണ്ട്. അവിടുത്തെ കണ്ടസ്റ്റൻസ് അത് ചെയ്യാനുള്ളൊരു കാരണം ബിഗ് ബോസിലിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ കയറി കഴിയുമ്പോൾ മാക്സിമം ജിൻഡോയെ പുറത്ത് ജനങ്ങളിലേക്ക് നെഗറ്റീവായിട്ട് കാണിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് ലാലേട്ടൻ വന്നപ്പോൾ അതാണ് എനിക്ക് വല്ലാതായി പോയത്. ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ലാലേട്ടനും ആ ഷോ ഡയറക്ടർ പറയുന്ന മാത്രമേ ലാലേട്ടൻ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാലേട്ടൻ പോലും ജിൻഡോയുടെ ഒന്ന് രണ്ട് കള്ളത്തരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് എടുത്ത് വീണ്ടും വീണ്ടും കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം. ജിൻഡോ അത്ര പെർഫെക്റ്റ് ഒരു മനുഷ്യനൊന്നും അല്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഈ കണ്ടോണ്ടിരിക്കുന്ന ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നവർക്കും അറിയായിരിക്കും. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നും അല്ല പുള്ളി. നല്ല വ്യക്തമായിട്ട് കള്ളങ്ങൾ തള്ളി വരാറുണ്ട്. ആ കള്ളങ്ങൾ അവിടെ നിൽക്കാൻ, ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കാനേ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ. ജിൻഡോയുടെ കണ്ണടയുടെ കാര്യം, ജിൻഡോയ്ക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കണ്ണട വെച്ചാലേ ഇന്ന് ആ ഒരു കാര്യത്തെ പറ്റി ജിൻഡോയോട് കുറെ തവണ അത് പറഞ്ഞ് കുത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇതൊക്കെ ലാലേട്ടനായിട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് ഇന്നൊരു ഗെയിമിൽ ജിൻഡോയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു തമാശ നിറഞ്ഞുള്ള ഒരു ഗെയിം ആണെങ്കിൽ പോലും ഒരാളെ പേഴ്സണലായിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫ്രണ്ടിൽ ഭയങ്കര മോശമായിട്ട് അയാൾക്ക് ഭാവിയിലേക്കുള്ള ഒരു ലൈഫിലേക്ക് വരെ മോശമാകാൻ, അയാൾക്ക് ഒരു നെഗറ്റീവ് വരാൻ തക്കം ഒരു കാരണം ഇവരെടുത്ത് ഭയങ്കരമായിട്ട് ഊതിപ്പെരിപ്പിച്ച് വെക്കുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെ അവര് സ്വമേധയാൽ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മേളിൽ നിന്നുള്ള ചേട്ടന്മാര് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്ന ഉടനെ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ വയറിന് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ലാലേട്ട, എനിക്ക് ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അത് പറയാനുള്ള കാരണം നമ്മുടെ അർജുൻ ജാസ്മിൻ അവരുടെ ഒരു കോംബോയിൽ കഴിഞ്ഞ ദിവസം ഒരു ഫൺ പരിപാടി ഉണ്ടായിരുന്നു. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഈ ഭാര്യയായിട്ട് അഭിനയിച്ച ജാസ്മിൻ കുറച്ച് മുറി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു രസമുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അത് ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. നല്ല രസമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അവർ നന്നായിട്ട് അത് ചെയ്തു. അതിനെ ലാലേട്ടനൊക്കെ പ്രശംസിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഓരോ ടാസ്കിന്റെയും ചെറുതായിട്ട് ആ ഓരോ ടാസ്കിനെ പറ്റിയൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. ചവിട്ട് നാടകത്തിനെ പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട്. നോറ 2 മണിക്കൂർ നിന്നതിനെ പറ്റി അവിടെ ഭയങ്കരമായിട്ട് അവർക്ക് നല്ലൊരു ക്ലാപ്സ് ഒക്കെ അവിടെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യമായിരുന്നു അത്. അതുപോലെ തന്നെ ജിൻഡോയോട് അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചു. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോയ്ക്കകത്ത് റിവ്യൂ നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണത്. ഞാനത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജിൻഡോ ആ ഒരു ഗെയിം നമ്മുടെ ചവിട്ട് നാടകം കളിച്ചപ്പോഴത്തേക്ക് ഒരു ഷൂ ഊരി വെച്ച് മറ്റേ ഷൂ കൊണ്ട് ചവിട്ടി പിടിക്കുന്ന ഒരു സാധനം അത് ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അത് ഉള്ള കാര്യം തന്നെയാണ്. അതിനകത്ത് കുറ്റം പറയാനൊന്നും ഇല്ല. ഉള്ള കാര്യം തന്നെ അത് ചോദിച്ചു. അത് ജിൻഡോ ചേട്ടന്റെ ഗെയിം പ്രത്യേകിച്ച് ബിഗ് ബോസും പറഞ്ഞിട്ടില്ല. ഷൂ ഇട്ട് കളിക്കണമെന്നോ ഷൂ ഊരി കളിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ജിൻഡോ ചേട്ടൻ കളിച്ചു. അതുവരെ ബിഗ് ബോസ് അവിടുത്തെ ടീം അംഗങ്ങൾ, അതായത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ പോയിന്റ് ചെയ്ത് ലാലേട്ടന് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവിടെ വേറെ നടക്കുന്ന പല ആൾക്കാരുടെയും കള്ളത്തരങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ആരെ പറ്റിയൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചെയ്യുന്നില്ല അങ്ങനെ. ജിൻഡോയുടെ ഈ ഒരു ഷൂവിന്റെ കേസ് ഞാൻ അത്ര നീ ആയിട്ട് ഒബ്സർവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. പക്ഷെ അതൊക്കെ ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഒരു ഷൂവിന്റെ കേസ് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുവരെ ഇന്ന് ചോദിക്കുന്നത് കേട്ടു. ചോദിക്കട്ടെ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പൂച്ചക്കാര് മണികെട്ടി അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഗെയിമിനെ പറ്റിയൊക്കെ. ജാസ്മിനെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ജിൻഡോയോട് അങ്ങ് സ്നേഹം മൂക്കും ജാസ്മിൻ കൊച്ചിന്. പിന്നെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ജാസ്മിൻ വിളിക്കുന്നത് ജിൻഡോ കാക്ക, ജിൻഡോ കാക്ക, ജിൻഡോ കാക്ക, ഈ ഒരു സാധനം മാത്രം. സാധാരണയുള്ള എപ്പിസോഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കൽ പോലും അവൾ ജിൻഡോ കാക്ക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഒന്നെങ്കിൽ ജിൻഡോ ബ്രോ, ഇല്ലെങ്കിൽ ജിൻഡോ, ഇല്ലെങ്കിൽ ഡോ, വാടോ, പോടോ, ഈ ഒരു സാധനമുള്ള അവളുടെ കയ്യില്. വീക്കെൻഡ് എപ്പിസോഡായി കഴിഞ്ഞാൽ ജിൻഡോ ബ്രോ എന്ന് പോലും അല്ല, ജിൻഡോ കാക്ക. ഇത് മറ്റേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അവളുടെ തലയിൽ. ലാലേട്ടന്റെ ഫ്രണ്ടിൽ വന്ന് മറ്റേ മാന്യത കളിക്കാൻ വേണ്ടി നമുക്കിതൊന്നും മനസ്സിലാവത്തില്ലല്ലോ. നമ്മളിതൊന്നും കാണുന്നേ ഇല്ലല്ലോ. അവള് മാത്രമാണല്ലോ ബുദ്ധിമതി. അവളുടെ ബുദ്ധി ഇന്ന് കുറെ കാണുന്നുണ്ട്. ഞാനത് പറയാം, വരട്ടെ.
അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സാധനം ഞാൻ അവിടെ ശ്രദ്ധിച്ചു. അതിനുശേഷം ലാലേട്ടൻ തന്നെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, പൂച്ചയെ പറ്റി എന്തോ കമന്റ് പറഞ്ഞല്ലോ ജാസ്മിനെ, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പത്തേക്ക് നോറയും ജാസ്മിനിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ആ ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുള്ളൂ. ശ്രദ്ധിച്ചില്ല. ആർക്കെങ്കിലും അത് എന്തായിരുന്നു ആ ഒരു സംഗതി എന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ലാലേട്ടൻ അത് ചോദിച്ചിട്ട് ലാലേട്ടൻ തന്നെ അല്ലെങ്കിൽ പോട്ടെ അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് വിട്ട് കളയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തിനാണ് അങ്ങനെ വിട്ട് കളയുന്നത്? ജാസ്മിന്റെ ഒരു കാര്യം മാത്രം വരുമ്പോൾ എന്തിനാ വിട്ട് കളയുന്നത്? അതിനെപ്പറ്റി എന്താ സംസാരിക്കാതിരുന്നത്? അതെന്തായിരുന്നു കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായിരുന്നു അവിടെ ആ ഒരു സംഗതി നടന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി എപ്പിസോഡിൽ കാണിക്കാത്തതുകൊണ്ട് ഞാൻ ലൈവ് എന്തെങ്കിലും കണ്ടപ്പോൾ ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കാം. അതിനുശേഷം ജിൻഡോയുടെ കണ്ണാടിയുടെ കാര്യം പറയുന്നുണ്ട്. ജിൻഡോ കണ്ണാടിയോടെ കണ്ണാടി വെക്കൂ, ജിൻഡോ പോക്കറ്റിലിട്ടേക്ക് വരുന്ന എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് കുറച്ച് കഴിയുമ്പോഴാണ്, ഞാനിത് ഇപ്പൊ തന്നെ പറഞ്ഞു പോയേക്കാം, ജിൻഡോയ്ക്ക് ഗ്ലാസ് എടുക്കേണ്ട രീതിയൊക്കെ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന കണ്ടു. അപ്പൊ ഈ ഒരു ജിൻഡോയുടെ ഈ ഒരു സാധനമൊക്കെ ഇടയ്ക്ക് പറഞ്ഞതിന് ശേഷം ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസ്. നമുക്കറിയാം ജിൻഡോയുടെ ഗെയിം ആയിരുന്നായിരിക്കാം, പുള്ളിക്ക് കണ്ണിന് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല, ചെറിയ കാര്യം കാണത്തുള്ളൂ. അന്ന് പുള്ളി സ്കൂട്ടാവും, പുള്ളി ഒരു കള്ളം പറഞ്ഞു. അത് തന്നെ വീണ്ടും 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 ഇങ്ങനെ മറ്റേ നോറയുടെ കേസ് പറഞ്ഞ കണക്കാ. നോറ മറ്റേ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന പോലെ ഇപ്പൊ ജിൻഡോയെ മെയിനായിട്ട് കുത്താൻ കിട്ടിയ ഒരു കാര്യം ഗ്ലാസിന്റെ, അത് ഇന്ന് കുറെ തവണ പറയുന്നത് കണ്ടു. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഫാൻസ് ഇവിടെ പുറത്ത് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല ലാലേട്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ജിൻഡോ അത്ര മാന്യനൊന്നും അല്ല, കള്ളത്തരങ്ങളുണ്ട് ജിൻഡോ എണ്ണന്റെ, അത് വേറെ കാര്യം. അതിനുശേഷം പിന്നെ നമ്മുടെ ബനാന ടോക്ക് ഒരു ചെറിയൊരു പഴഞ്ചൊല്ല് പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് വന്നിട്ട് മറ്റൊരു പേപ്പറിനകത്ത് ഒരു പഴഞ്ചൊല്ല് എഴുതിയിട്ടുണ്ട്, അതെടുത്ത് അതൊന്ന് വായിക്കാന്ന് പറഞ്ഞാൽ ആദ്യമേ ഋഷിയാണ് വന്നത്. ഋഷിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, മറ്റേ എന്താ തച്ചൻ തയ്ച്ച സഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം, അത് ജിൻഡോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ, പിന്നെ ജിൻഡോ വരുന്നുണ്ട്, നോറ വരുന്നുണ്ട്. അപ്പൊ നോറയ്ക്ക് കിട്ടിയത് സാധനം അത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. തണ്ടുരുളും തടിയുരുളും അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സാധനമായിരുന്നു. എന്തായാലും ഞാൻ ചെറുതായിട്ട് എഴുതിയുള്ളൂ. അപ്പം ആ ഒരു സാധനം നോറ പറയുമ്പോഴത്തേക്ക് ജിൻഡോയ്ക്ക് വന്നത് മറ്റേ പേര് മണി പണി മണ്ണുപണി, ഈ ഒരു സാധനമായിരുന്നു. അപ്പൊ ജിൻഡോ അത് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പറഞ്ഞിട്ട് പോരുന്നുണ്ട്. അപ്പൊ അതിലും ജിൻഡോയെ കുത്തുന്നുണ്ട്. ജിൻഡോ ഇപ്പൊ ഇനി കണ്ണ് കാണില്ല, വായിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറയരുത്. ജിൻഡോ വരൂ, ഗ്ലാസ് ഉണ്ടല്ലോ, വായിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ജിൻഡോയ്ക്ക് ഇഷ്ടം പോലെ മറ്റേ ഊക്കെന്ന് പറയുന്ന സാധനം കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തോട്ടെ, ജിൻഡോയെ നമുക്ക് അറിയാം. ജിൻഡോ പറഞ്ഞ ഒരു കള്ളത്തിന്റെ പേരിൽ ഒന്നല്ല, അതൊരു കള്ളം മാത്രം, കണ്ണാടിയുടെ ചെറിയ പരിപാടി കാണും ജിൻഡോ ചേട്ടൻ. അത് ജിൻഡോയുടെ ഗെയിം, മനസ്സിലായില്ലേ? അവിടെ ഇന്ന് പുഴുകണ്ടാന്ന് വിചാരിച്ചിട്ട് പുള്ളി ഉടനെ അടിച്ചൊരു സാധനമാണ്. ഇന്നും അത് പറഞ്ഞിട്ട് പുള്ളി ഒരുപാടൊക്കെ പുഴുക്കാൻ നോക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അത് കഴിയുമ്പോൾ നോറയുടെ പഴഞ്ചൊല്ല് വരുന്നുണ്ട്. നോറ ആ ഒരു പഴഞ്ചൊല്ല് കഴിയുമ്പോഴത്തേക്ക് ജിൻഡോ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒറ്റ തവണ ശരിയായുള്ളൂ, പിന്നെ ശരിയായില്ല. ഉടനെ ലാലേട്ടനെ പൊട്ടി, എന്നാൽ ജിൻഡോ വന്നൊന്ന് പറയാൻ പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ വന്ന് കുറച്ച് പുഴുകുന്നുണ്ട് അത് പറയാൻ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ജിൻഡോ എന്ന് പറയുന്ന മറ്റേ ഗെയിമർ ഒന്ന് ക്യാമറ ഫേസ് കിട്ടാനും ഒന്ന് പറയാനും വേണ്ടി കാണിക്കുന്ന പരിപാടികൾ, ഈ പരിപാടികളാണ് ബാക്കിയുള്ളവർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് പിടിക്കാത്തത്. കാരണം ജിൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്, നമുക്ക് ജനങ്ങൾക്ക് അത് വലിയ ഓർമ്മ അടിക്കുന്നില്ല കേട്ടോ, സത്യം പറയാലോ. പിന്നെ ജിൻഡോയുടെ ഒരു കുരുട്ട് ബുദ്ധി, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ എടുക്കുന്നുള്ളൂ, അതിനെ അങ്ങനെ എടുക്കാനുള്ളൂ, മനസ്സിലായില്ലേ? കാരണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് കൂടുതലായിട്ട് ഞങ്ങൾ പുറത്തിരുന്ന് കാണുമ്പോഴത്തേക്ക് എനിക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ന് എവിക്റ്റായി പോയത് ആരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഇന്നൊരാൾ കൂടെ എവിക്റ്റായി പോയി എന്ന് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയി, സീക്രട്ട് റൂമിലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും അവിടുന്ന് പുറത്ത് വന്നത് നമ്മുടെ നോറയാണ്. അപ്പൊ നോറ പോകുമ്പോഴൊക്കെ ജിൻഡോ മാത്രമാണ് ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. എല്ലാവരും പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്നേഹത്തോടെ രണ്ട് വാക്ക് അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ആര് പുറത്തു പോയാലും ഒരു അവിടെ ഉള്ള ഒരു വിദ്വേഷമൊന്നും വെക്കാതെ പോയി സംസാരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി തോന്നിയത് ജിൻഡോ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി അത് മറിച്ചാണ് തോന്നുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമുക്ക് അറിയാലോ എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. ജിൻഡോയുടെ കള്ളത്തരം ഇല്ലാന്നല്ല, കള്ളത്തരത്തിന്റെ ആ ഉസ്താദാണ്. അവിടെ നിന്ന് പോകാൻ കള്ളത്തരം വേണം, ഇല്ലെങ്കിൽ ഇതിന്റെ അവിടെ എങ്ങനെ നിൽക്കും? അത് വേറൊരു പോയിന്റ്, അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ജിൻഡോയ്ക്ക് അവിടെ ഒരു പണി കൊടുത്ത് വിടുന്നുണ്ട്. ലാലേട്ടൻ വിളിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ജിൻഡോ എങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ട് പോകും. അത് കഴിഞ്ഞ് സായി വരുന്നു, ശ്രീതു വരുന്നു, അർജുൻ, സിജു, അങ്ങനെ എല്ലാവരും വന്നിട്ട് പോകുന്നു. അവരുടെ രീതിയിൽ അവർ പറഞ്ഞ് റെഡിയാക്കിയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം വേറൊരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. ജിൻഡോയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വിൻഡോ മറ്റേ 25 കോഴി 5 എണ്ണം വെച്ച് 6 കൂട്ടിൽ എങ്ങനെ ഇടും എന്നുള്ളൊരു സാധനം ഇന്ന് ലാലേട്ടൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും അപ്പൊ അവിടെ നിൽക്കുന്നവരും മറ്റേ പുറത്തവിടെ കാണാനിരിക്കുന്നവരും ഒക്കെ അയ്യോ ലാലേട്ടൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ. അപ്പൊ അവിടെ ലാലേട്ടനും പറയുന്നുണ്ട്, അധികം ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട, നമ്മൾ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് പറയാൻ പറ്റും, അധികം ചിന്തിക്കുമ്പോഴാണ് കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ നാടകീയമായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ഇത് ലാലേട്ടൻ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞാണെന്നുള്ളൊരു സാധനമൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു. എൻ്റെ അറിവിൽ
ലാലേട്ടൻ ഇത് അവിടെ പുറത്ത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള ക്രൂ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെല്ലാം ഡിസ്കസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഒന്നെങ്കിൽ പറഞ്ഞു കൊടുത്തത്, ഇല്ലെങ്കിൽ ജിൻഡോയോട് തന്നെ ബിഗ് ബോസിന്റെ അകത്തുള്ള ടീമുകൾ ചോദിച്ച് മനസ്സിലാക്കി ലാലേട്ടന് പറഞ്ഞു കൊടുത്തത്. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. അല്ലാതെ കൂടുതൽ മറ്റേ പൊക്കി അടിക്കൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ പാവം, ലാലേട്ടൻ അവർ പറയുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ലാലേട്ടനോട് പറഞ്ഞാണ്, ലാലേട്ട പെട്ടെന്ന് നിങ്ങൾ അഭിനയിക്കണം, എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് പറയുന്ന പോലെ ലാലേട്ടൻ അതുപോലെ ചെയ്തു. അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഒന്നുമില്ല. അപ്പൊ അതിനുശേഷം പിന്നെ മുഖമുദ്ര എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ന്യൂസ് നമ്മുടെ മിക്കപ്പോഴും ഇപ്പൊ അടുത്തടുത്തായിട്ട് കാണുന്നുണ്ട്. രണ്ടുപേര് വന്നിട്ട് ന്യൂസ് മുഖേന ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് നമ്മുടെ സിജോയും ജാസ്മിനും കൂടെ ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞതിനകത്ത് ആദ്യം പറഞ്ഞൊരു കേസുണ്ട്. എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല. ജിൻഡോയെ പറ്റി. ജിൻഡോ സിഗരറ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്നൊരു സാധനം ഇവിടെ അവർ പറയുന്നത് കേട്ടു. ഒരു മനുഷ്യനെ അതും നല്ല കാര്യമല്ല, അത് നല്ലൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ നുണ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തുടങ്ങിയാലും ജിൻഡോയെ പറഞ്ഞ് എന്തെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ പറഞ്ഞു. ഈ ബിഗ് ബോസ് ന്യൂസിനകത്ത് മൊത്തം ജിൻഡോ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നേരെ മറിച്ച് പുള്ളി സിഗരറ്റ് വലിക്കുന്നതിനെ പുള്ളി കൂട്ടിയിട്ട് കത്തിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു തമാശ രൂപേണ കാണിക്കുന്നതാണെങ്കിൽ പോലും അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ഇത് ഭാവിയിൽ പുള്ളി പുറത്തിറങ്ങുമ്പോൾ പുള്ളിയുടെ ലൈഫിൽ അത് ബാധിക്കും. അവൻ വലിയൊരു സിഗരറ്റ് വലിയൻ എന്നുള്ളൊരു ടാഗ് പുള്ളിക്ക് വരും. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജാസ്മിനും നമ്മുടെ സിജോയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഊക്കുന്ന കണ്ടു. ഇന്നെന്തായാലും ജാസ്മിനെ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. സിജോ ജാസ്മിനിട്ട് കൊട്ടു കൊടുക്കുമ്പോൾ തിരിച്ച് ജാസ്മിന് അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റേ വൈരാഗ്യം വെച്ച് തന്നെയാണ് കളിക്കുന്നത്, അല്ലാതെ മറ്റേ കോമഡി രീതിയിൽ കളിക്കുന്നതേ ഉള്ളൂ. പക്ഷെ രണ്ടുപേർക്കും പൊട്ടുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഇന്ന് സിജോ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സായിയുടെ ബുദ്ധിപരമായ ഗെയിമിൽ സിജോ, നന്ദന, അബിയെ കൂടെ കൂട്ടി എന്നൊരു കിസ്മത്ത് അവിടെ മൊത്തത്തിൽ പറയുന്നുണ്ട്. കിംബദന്തി അല്ല കേട്ടാ, വാക്ക് മാറിപ്പോയി. കിംബദന്തി അവിടെ പകരക്കുന്നുണ്ട് പാടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ആ വൃത്തികെട്ട വാക്ക് കിംബദന്തി എന്നൊന്നും അല്ല കേട്ടോ. കിംബദന്തി അല്ല, അത് നമുക്ക് പുറത്തിരുന്ന് കാണുന്നവർക്ക് മനസ്സിലായതാ. കിംബദന്തി അല്ല, ഉള്ള കാര്യം അത് സിജോയ്ക്കും അകത്ത് മനസ്സിലായി. സിജോ തന്നെ അത് പറയുകയും ചെയ്തു. അതിനെ കിംബദന്തി എന്ന് പറയേണ്ടത് മാത്രമേ ഉള്ളൂ. നടന്ന കാര്യം 4 പേരും ഒത്തൊന്ന് കളിക്കാൻ നോക്കി. അഭിഷേക് ബുദ്ധിപരമായിട്ട് അതിന് കളിച്ചെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവന് കിട്ടിയ ചാൻസ് അവൻ യൂട്ടിലൈസ് ചെയ്തു. ബാക്കി 3 മറ്റേ ആങ്ങളമാരും പെങ്ങളൂട്ടിയും കൂടെ നല്ല അങ്ങനത്തെ ഒരു കളി കളിച്ചു. ആ കളിച്ചതിന്റെ ഭാഗമായിട്ട് ചേച്ചി വെളിയിൽ പോയല്ലോ. പിന്നെ സായിയെ കുറച്ച് പൊക്കുന്ന കണ്ടു. സായി ഇവിടുന്ന് ഇറങ്ങി. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, സായി എന്തിനാണ് ബിഗ് ബോസിലായിട്ട് കയറി ചെന്നത്, മറ്റേ സെൽഫ് ക്ലെൻസിങ്ങിന് വേണ്ടി, അല്ല ഹിമാലയത്തിലേക്കും പോകാൻ മേലായിരുന്നു. സിജോ ഇന്നത് പറയുന്നത് കേട്ടു. അതായത് സായി ഇറങ്ങിയിട്ട് നേരെ മിക്കവാറും താടിയൊക്കെ അതിനാണ് പഠിച്ചത്. പുതിയ താടിയൊക്കെ വന്നിട്ട് അണ്ണൻ നേരെ ഹിമാലയത്തിലേക്ക് പോകും. സായിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് സായി. വെറുതെ എനിക്ക് പറയാനുള്ളത്, നീ അതിനകത്ത് കയറി വെറുതെ ആർക്കെങ്കിലും നല്ലൊരാൾക്ക് ആ ഒരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ ഞങ്ങൾ കുറച്ച് എന്റർടൈൻ ആയനെ. നിന്റെ മറ്റേ വിട്ടുകൊടുക്കൽ ഗെയിം ഞങ്ങൾക്ക് കാണേണ്ട വരത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് അബിക്ക് മറ്റേ ഫസ്റ്റ്, അതായത് ഫൈനലിലേക്ക് അവൻ കയറിയിട്ട് അതിനൊരു അവാർഡ് പോലെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സിജോ. അതിനുശേഷം പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഈ പുറത്ത്, അതായത് ഒരാളുടെ പുറത്ത് മറ്റേ ആൾ കൈവച്ച് ഇങ്ങനെ എഴുതിയിട്ട് ആ ബോർഡിൽ ഇങ്ങനെ അത് എഴുതി കാണിക്കണം. അത് എന്താണ് എഴുതേണ്ടതെന്നുള്ളത് ലാലേട്ടൻ നമ്മുടെ മെയിൻ സ്റ്റേജിൽ നിന്ന് എഴുതി കാണിക്കും. അതൊരു നല്ലൊരു ഗെയിം ആയിരുന്നു. സാധനം കൊള്ളായിരുന്നു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഋഷി ആൻഡ് ജാസ്മിന്റെ ഗെയിം ആയിരുന്നു. ഋഷി അവിടെ എഴുതിയത് മറ്റേ എന്ന് എഴുതിയതാണ്, ഋഷ്യ ശൃംഗന്റെ. അപ്പം നമ്മുടെ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഋഷി ആൻഡ് ജാസ്മിന്റെ ഗെയിം ആയിരുന്നു. അതിനകത്ത് ഋഷ്യ ശൃംഗൻ എന്നാണ് ലാലേട്ടൻ വെളിയിൽ എഴുതിയത്. ജാസ്മിന്റെ പുറത്തൂടെ നമ്മുടെ ഋഷി അത് എഴുതി. അതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ജാസ്മിന് എഴുതാൻ പോലും അറിയത്തില്ല. അവൾ അത് എഴുതുമ്പോഴത്തേക്ക് അവൾ അങ്ങനെ അക്ഷരം ഉണ്ടോ എന്ന് തന്നെ അവൾ മറന്നെന്ന് എനിക്ക് തോന്നുന്നത്. അവൾ ചോദിക്കുന്നത് തമിഴാണോ, വേറെ വല്ല ഭാഷയാണോ, ഇത് മലയാളം തന്നെ ആണോ എന്നൊക്കെ അവളവിടെ ചോദിക്കുന്നത് കേട്ടു. എന്തോ അപ്പം മോക്കല്ലെങ്കിലും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്ന് പുറത്ത് ആകെപ്പാടെ അറിയാം എല്ലാവർക്കും. അത് പോട്ടെ, അതിനെപ്പറ്റിയൊന്നും നമ്മൾ പോകുന്നില്ല. അവൾ സുന്ദരിയാണല്ലോ, അവൾ ഭയങ്കര വലിയ സെലിബ്രിറ്റി ആണല്ലോ, ഒരുപാട് ആൾക്കാർ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചിലപ്പോൾ അവന്മാർ നമ്മളെ അങ്ങ് കയറി പൊങ്കാലിട്ട് അങ്ങ് കൊന്നു കളഞ്ഞാലോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ചേച്ചി ഏറ്റവും നല്ല കുട്ടി സുന്ദരി കുട്ടി ജാസ്മിൻ കുട്ടി. അപ്പം എന്തായാലും ആ ഒരു സംഗതി കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പിന്നെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അവിടെ എല്ലാവരോടും. ഋഷിയുടെയും ജാസ്മിന്റെയും ഗെയിം കഴിയുമ്പോഴത്തേക്ക് എത്ര അക്ഷരമുണ്ട് നമ്മുടെ മലയാളത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെല്ലാം കൂടെ അവിടെ ഇന്ന് വട്ടം കറങ്ങുന്ന ഞാൻ കണ്ടു. സായിയോട് ചോദിച്ചപ്പോൾ സായിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ലാലേട്ട ഞാൻ പഠിച്ചതെന്ന്. എന്നാൽ ഇംഗ്ലീഷിൽ എത്ര ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വാ വിളിക്കുന്നു. ഇതാണ് സായ്. ഇത്രേ ഉള്ളൂ. ആ കാറിൽ കയറി ഇരുന്ന് AC കൂട്ടിയിട്ട് കഴിയുമ്പോൾ അണ്ണൻ മറ്റേ വേറെ സെറ്റപ്പ് ആവും. അപ്പോഴത്തേക്ക് മറ്റേ ബുദ്ധിയൊക്കെ വികസിച്ചിട്ട് അണ്ണന് മറ്റേ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയാൻ വരും.
അണ്ണൻ ഈ പറയുന്നതൊക്കെ എന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയോ? അണ്ണന്റെ കൂടെ വേറൊരുത്തരും ഇരിപ്പുണ്ട്. ഒരുത്തൻ മാത്രമല്ല, പിന്നെ ഭാര്യയുണ്ട്. അപ്പൊ ഒരു ഡിസ്കസ് ചെയ്ത് കുറെ കാര്യങ്ങൾ, അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടും ചിന്തിച്ച് പറയാൻ. അതുകൊണ്ട് അണ്ണൻ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാട്ടോ പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ പണ്ട് കയറി വന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആടി, അങ്ങോട്ട് വലുതായിട്ട് കുറ്റം പറയാനൊന്നുമില്ല. അണ്ണന്റെ കഴിവ് അത്രേ ഉള്ളൂ, അണ്ണന്റെ കഴിവ്. അണ്ണൻ അതുകൊണ്ട് കയറി വന്നു. പിന്നെ ഇച്ചിരി സമയം നല്ലത്, നല്ല കാര്യമുണ്ട്. അണ്ണൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അണ്ണൻ മുന്നോട്ട് വരുന്നതിനകത്ത് ഒന്നും ഒരിക്കലും കുഴപ്പമില്ല. പക്ഷേ ഈ മറ്റേ വല്ലവർക്കും കിട്ടി നന്നായിട്ട് കളിക്കേണ്ട ചാൻസ് കൊണ്ടുപോയി ഇങ്ങനെ കളവടച്ച് കളഞ്ഞതിനകത്ത് ഒരു സങ്കടമുണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൺ ഗെയിം ഉണ്ടായിരുന്നു. ലാലേട്ടൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള സാധനം കൊള്ളായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് എവിക്ഷൻ പരിപാടി വരുന്നത്. അതിനകത്ത് ഓരോ ഫ്ലവർ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫ്ലവർ എല്ലാവരും അവിടെ നിൽക്കുന്ന നമ്മുടെ എവിക്ട് നോമിനേഷനിലുള്ള ആൾക്കാരെല്ലാവരും പോയി എടുക്കുന്നു. അപ്പം എല്ലാവരും എടുത്തതിന് ശേഷം എല്ലാവരും ആ ഫ്ലവേഴ്സ് എടുത്ത ആളുകൾ എല്ലാവരും കൂടെ പോയിട്ട് നമ്മുടെ ആക്ടിവിറ്റി ഏരിയ വരുമ്പോഴത്തേക്ക് ആ കളറിലുള്ള ഓരോ ബോക്സുകളുണ്ട്. ആ ബോക്സുകൾ ഇവർ പോയി തുറക്കുക. അതായിരുന്നു ഒരു പരിപാടി. അപ്പൊ ആദ്യമേ നമ്മുടെ സായി ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ സായി പറയുന്നുണ്ട്, താങ്ക്സ്, എല്ലാവരോടും നന്ദി, വളരെ നന്ദി എന്നെ ഇവിടെ നിർത്തുന്നതിന്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. താനല്ലേ അവിടുന്ന് പോണോന്നൊക്കെ പറഞ്ഞ് മറ്റേ കയറ് വിളിക്കുന്നത്? താനല്ലേ അവിടെ തനിക്കൊരു ഗെയിമും വേണ്ട, എല്ലാവരും ജയിച്ചോന്ന് മറ്റുള്ളവർ കൊണ്ടക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് നിൽക്കുന്നത്? പിന്നെ എന്തിനാണ് താൻ അവിടെ നിൽക്കുന്നത്? ജനങ്ങളോട് നന്ദി പറയുന്നത്? ഞങ്ങളോട് നന്ദി പറയണ്ട. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ വോട്ട് കൊണ്ടാണ് താൻ അവിടെ നിൽക്കുന്നത്. തന്റെ മച്ചാന്മാർ അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് താൻ അതിനകത്ത് നിന്ന് പോകുന്നത്. അല്ലാതെ ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ല. ഇവിടെ ഒരു പോൾ ഇട്ടാൽ പോലും സായിക്ക് ഇവിടെ അങ്ങും വോട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നോക്കിയ പോൾസിനകത്ത് ആരുടെ പോൾ എടുത്ത് നോക്കിയാലും സായിയെക്കാട്ടിലും കൂടുതൽ നോറൊക്കെ ഉണ്ടായിരുന്നു, സത്യമായിട്ടും. പിന്നെ എന്തിനാണ് ഇപ്പോഴും അവിടെ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും എവിക്റ്റ് ആയത് നമ്മുടെ നോറ കൊച്ചാണ്. അതിന് ഈ നോറ കൊച്ച് എവിക്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. നോറ എല്ലാവരുടെയും പോയി ജസ്റ്റ് കൈയൊന്ന് കൊടുക്കുന്നുണ്ട്. ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നേരെ നമ്മുടെ ജിൻഡോ ആണെങ്കിൽ ഓടി വന്നത് നേരെ നമ്മുടെ ഋഷി എടുക്കലാണ്. ഋഷി താങ്ക്സ് ഒക്കെ ആൾക്കാരോട് പറഞ്ഞൊരു ചെറിയ കണ്ണീരൊക്കെ വരുന്നുണ്ട്. അപ്പത്തേക്ക് ഋഷി എടുക്കലോട്ട് ഓടി വരുന്നു. ജിൻഡോ കെട്ടിപ്പിടിക്കുന്നു. ബാക്കി എല്ലാവരും നമ്മുടെ ജാസ്മിൻ ഉൾപ്പെടെ വന്ന് നമ്മുടെ ഋഷിക്കുട്ടനെ കെട്ടിപ്പിടിക്കുന്ന കണ്ടു. നോറ പാവം മാറി നിൽക്കുന്നതൊക്കെയാണ് കണ്ടത്. എന്തായാലും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോ ചേട്ടൻ എന്തായാലും നോറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മോളെ ഇവിടത്തേക്ക് നീ ഇവിടെ തന്നെ വിട്ടേക്കണം, പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ വിളിക്കണം, നമുക്ക് കാണണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ജിൻഡോ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിൽ വെച്ച് ആരോട് നിൽക്കുന്നില്ല എന്ന് ആ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് ആ പുള്ളിയോട് ഇച്ചിരി ബഹുമാനവും ആ ഒരു ബഹുമാനം വന്നത്. ആദ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് എന്തോ ഇപ്പൊ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് ഒരു ഇഷ്ടം, എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഒരു പോയിന്റിന് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, വലിയ ഗെയിമറോ മറ്റേ അങ്ങനത്തെ ഒന്നും ആയതുകൊണ്ടല്ല. പക്ഷെ ആളുകളോട് ഒരു പോകുമ്പോഴത്തേക്ക് പുള്ളി ഒരു ചിരിച്ചോണ്ടൊരു സാധനം കാണിക്കുന്നുണ്ടല്ലോ. അവിടെ പല ആളുകൾക്കും പറ്റാത്തൊരു കാര്യം അത് പുള്ളി ചെയ്യുന്നുണ്ടല്ലോ. ആ ഒറ്റ കാര്യത്തില് എനിക്ക് ജിൻഡോട് ഒരു ഇച്ചിരി ഇഷ്ടമുണ്ട്, അത് ഞാൻ പറയും. എന്ന് വെച്ച് വലിയ ഗെയിമറാണ് പുള്ളി ഇവിടുന്ന് കപ്പ് കൊണ്ടുപോകണം അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കില്ല. നല്ല ആളുകൾ തന്നെ അവിടെ കപ്പ് കൊണ്ടുപോട്ടെ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ കപ്പ് കൊണ്ടുപോകാൻ ക്വാളിറ്റി ഉള്ള ഒരാളും എനിക്കില്ല. പ്രത്യേകിച്ച് ജാസ്മിനൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എന്ത് അവസ്ഥയായിരിക്കും അത്? എന്തായിരിക്കും? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ജാസ്മിനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഇങ്ങനൊരാളാണ് ഇനി, അങ്ങനെ ഒരാളെയാണ് നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ടതെന്നൊക്കെ ഇവിടെ നാട്ടുകാർ പറയാൻ തുടങ്ങിയാലോ. എന്തായിരിക്കും അവസ്ഥ? അപ്പൊ കണ്ടറിയാം. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി, ഇന്നത്തെ കാര്യത്തിൽ എപ്പിസോഡിൽ നടന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വലിയ കാശ് നഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. ഓക്കെ, അങ്ങനെ ജിൻഡോ ചേട്ടന്റെ കാര്യവും പറഞ്ഞങ്ങ് പോയത് കൊണ്ട് മെയിൻ ഒരു പോയിന്റ് ഞാനങ്ങ് വിട്ടുപോയി ഇന്നത്തെ. അതായത് നമ്മുടെ നോറ കൊച്ച് എവിക്റ്റായി ബിഗ് ബോസിന്റെ ഹൗസിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന കണ്ടു. പക്ഷെ കൊച്ച് ലാലേട്ടന്റെ അടുക്കൽ എത്തിയിട്ടില്ല. സീക്രട്ട് റൂമിലേക്കാണ് കൊച്ചു പോയത്. അവിടെ ആ ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് കൊച്ചിന് ഒരു ഹെഡ്സെറ്റും ഒക്കെ വെച്ച് കൊടുക്കുന്ന കണ്ടു. അതിനുശേഷം എന്താണ് നടന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. ലാലേട്ടൻ എന്തായാലും അണ്ണന്റെ അടുക്കലേക്ക്, നമ്മുടെ ലാലേട്ടന്റെ അടുക്കലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊച്ച് എവിക്റ്റ് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. എവിക്റ്റഡ് എന്ന് പറഞ്ഞ മറ്റേ റിബൺ ആണ് കൊച്ചിന് കിട്ടിയത്, ഒരു റെഡ് റിബൺ ആണ് കിട്ടിയത്. എന്നാലും കൊച്ച് ബിഗ് ബോസ് ആ ഹൗസിൽ നിന്ന് വെളിയിലേക്ക് വന്നു. പക്ഷേ ലാലേട്ടൻ്റെ അടുക്കൽ എത്തിയിട്ടുമില്ല. അതുപോലെ തന്നെ നാളെ കൊച്ചി എയർപോർട്ടിൽ കൊച്ചു വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ കൊച്ചിനെ രാവിലെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ കുറച്ച് ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരോടൊന്ന് ചോദിക്കണം. ഈ രാവിലെ ബൈറ്റ് എടുക്കാൻ പോകുന്ന കൂട്ടുകാരുണ്ട്, അവരോടൊന്ന് ചോദിക്കണം മക്കളെ വരുന്നുണ്ടോ എന്ന് ചേച്ചി. അപ്പൊ ചേച്ചി വന്നിട്ടില്ല എങ്കിൽ ചേച്ചി മിക്കവാറും കുറച്ച് ദിവസങ്ങളൊക്കെ അവിടെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നാളെ മറ്റന്നാളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം ഒരു എണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ചേച്ചിയെ വീണ്ടും അകത്തേക്ക് കയറ്റി വിടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നാളെ അറിയാൻ പറ്റുള്ളൂ. ചേച്ചി എന്തായാലും ലാലേട്ടൻ്റെ അടുക്കൽ എത്തിയിട്ടില്ല. ഞാൻ ആ ജിൻഡോ ചേട്ടന്റെ കാര്യം പറഞ്ഞെങ്കിൽ പോയത് കൊണ്ട് ഞങ്ങൾ വിട്ടുപോയതാ പറയാനായിട്ട്. ജിൻഡോ ചേട്ടന്റെ കാര്യം പറഞ്ഞു പോയത് വേറൊന്നും കൊണ്ടല്ല. ആ പുള്ളിക്കെതിരെ പുറത്ത് നല്ല വ്യക്തമായിട്ടുള്ള ഒരുപാട് ഗൂഢാലോചനകൾ, ഒരുപാട് കളികൾ
പുള്ളിയെ ജയിപ്പിക്കാതിരിക്കാൻ പല കളികളും കളിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. പുള്ളി ജയിക്കാനുള്ള ചാൻസും വളരെ കുറവാണ്. പുള്ളിക്ക് എത്രയൊക്കെ വോട്ട് കിട്ടിയാലും പുള്ളിയെ ഫസ്റ്റ് അടിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടുകളുണ്ട്. ജാസ്മിന് തന്നെയായിരിക്കും കപ്പ് കൊടുക്കുക എന്ന് കുറെ ആളുകളുടെ മറ്റേ നൂൽ വലികൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ആ പുള്ളിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സപ്പോർട്ട്. കാര്യം പുള്ളിയുടെ പരിപാടികളൊന്നും എനിക്കും അത്ര വലിയ താല്പര്യം അല്ലെങ്കിലും ഇപ്പൊ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് എനിക്ക് ഇത്തിരി ഭേദമായിട്ട് തോന്നിയത്, ഇച്ചിരി മനുഷ്യപ്പറ്റുണ്ട് എന്ന് തോന്നിയ ഒരു ഐറ്റം പുള്ളി മാത്രമേ ഉള്ളൂ. ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, നമ്മളെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം, ഇനിയും കിടക്കുകയല്ലേ ദിവസങ്ങൾ, നമുക്ക് നോക്കാം. ഇനിയും പുള്ളിയെ മലത്തി അടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അർജുനും അഭിഷേകും ഒക്കെ മാറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിം കുറച്ചുകൂടെ അടിപൊളിയാവുകയാണെങ്കിൽ അവരാരെങ്കിലും വരട്ടെ ഫസ്റ്റിലേക്ക്. നല്ലൊരാൾ വരണം, എനിക്ക് അത്രേ ഉള്ളൂ.